ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ്. നമ്മുടെ സച്ചിയും മഹേഷും പോലീസ് സ്റ്റേഷനിലുണ്ട്, ലോക്കപ്പിൽ കിടക്കാണ്. ഇതൊന്നും അറിയാതെ നമ്മുടെ സുധി അവിടെ വന്ന് നിന്ന് സുധിക്ക് പറ്റിയ ആ ഒരു അബദ്ധം വിവരിക്കുകയാണ്. അപ്പം ഇത് വീഡിയോ പകർത്തുന്ന നമ്മുടെ സച്ചിയാണ് കേട്ടോ. അപ്പം നമ്മുടെ സുധി പറയുകയാണ്, എനിക്ക് 4 ലക്ഷം രൂപയായിരുന്നു വേണ്ടത്. എൻ്റെ കടയിൽ വന്ന് അവർ 4 ലക്ഷം രൂപയാണ് തട്ടിച്ചുകൊണ്ട് പോയത്. പക്ഷേ എനിക്ക് പ്രോഫിറ്റ് കിട്ടിയത് എൻ്റെ ഭാര്യേനെയൊക്കെ എനിക്ക് കാണിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് 1 ലക്ഷം കൂടെ ഞാൻ ചേർത്ത് 5 ലക്ഷം രൂപയാണ് ഞാൻ ഒപ്പിച്ചത്. അങ്ങനെ 5 ലക്ഷം രൂപ ഞാൻ സംഘടിപ്പിച്ച ഈ മാനക്കേടിൽ നിന്നും തലയൂരി പോകുന്നത് എന്ന്. അപ്പോൾ ഇത് വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് സച്ചിയെ. അപ്പം നമ്മുടെ പോലീസ് പറഞ്ഞു, അതെ താൻ ടെൻഷൻ ആകാതെ സുധി, എങ്ങനെയെങ്കിലും നമുക്ക് തൻ്റെ മുതൽ എവിടെയാണെന്ന് കണ്ടുപിടിക്കാം, ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്ക് ലോക്കപ്പിൻ്റെ അടുത്തേക്ക് ഒരു പോലീസുകാരൻ വന്നിട്ട് എണീക്കിട എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ കടയിൽ നിന്നെടുത്ത് സാധനങ്ങൾ താൻ എന്താ ചെയ്തത് എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ നല്ല സാധനങ്ങളായതുകൊണ്ട് പെട്ടെന്ന് വിറ്റുപോയി എന്ന് പറയുകയാണ് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ സച്ചിയും മഹേഷും മാറിപ്പോയി കേട്ടോ. സച്ചിയും മഹേഷും ലോക്കപ്പിൻ്റെ ഒരു സൈഡിലേക്ക് മാറിപ്പോയി, കാരണം സുധി വന്നതുകൊണ്ട്. അങ്ങനെ നമ്മുടെ സുധി ഇത് കേട്ട ഉടനെ തന്നെ വയലൻ്റായി. സുധി പറഞ്ഞു, അയ്യോ സാറേ, എനിക്ക് എൻ്റെ സാധനങ്ങളൊക്കെ മേടിച്ച് തരണം സാറേ, എനിക്ക് എങ്ങനെയെങ്കിലും സാധനങ്ങൾ മേടിച്ച് തരണം പ്ലീസ് സാറേ, എൻ്റെ ക്യാഷ് എങ്ങനെയെങ്കിലും മേടിച്ച് തരണം സാറേ. ആ ക്യാഷ് കിട്ടിയില്ലെങ്കിൽ എനിക്ക് വലിയ പ്രശ്നമാണ്, എൻ്റെ കുടുംബത്തിൽ വലിയ പ്രശ്നമാവുന്നത്. ഏതായാലും ഈ ഒരു സമയത്ത് നമ്മുടെ സച്ചി ആ സൈഡിൽ നിന്ന് ഇതെല്ലാം കാണുന്നുണ്ട് കേട്ടോ. സുധി നമ്മുടെ സച്ചിനെ കാണുന്നുമില്ല. നമ്മുടെ സച്ചി ആ ഒരു ലോക്കപ്പിനകത്ത് കിടപ്പുണ്ട് എന്ന് സുധിക്ക് അറിയത്തുമില്ല. അപ്പോൾ പോരാൻ നേരത്ത് അയാളോട് പറയാണ്, തന്നോട് ചോദിക്കും, എല്ലാം തന്നോട് ദൈവം ചോദിക്കും, നോക്കിക്കോടോ എന്ന് അയാളോട് പറയാണ് കേട്ടോ. അയാളെന്ന് പറഞ്ഞാൽ പോലീസ് പിടിച്ചുകൊണ്ട് വന്നില്ലേ, കള്ളക്കടത്തൊക്കെ നടത്തുന്ന അയാൾ. അപ്പോൾ അയാളോടാണ് നമ്മുടെ സുധി സംസാരിച്ചിട്ട് ഇറങ്ങി പോകുന്നത്. ഏതായാലും സച്ചിക്ക് കിട്ടാനുള്ളത് കിട്ടി. ഇനിയിപ്പോൾ ലോക്കപ്പിൽ കിടന്ന എന്താ, കിട്ടാനുള്ളത് കിട്ടിയില്ല. അങ്ങനെ സച്ചി പറയുക, ഓ ഇന്ന് വീട്ടിലൊരു സിനിമ പ്രദർശിപ്പിക്കാനുള്ള വകയായി. ഏതായാലും ഇന്നൊരു അടിപൊളി സിനിമ വീട്ടിലോടും മഹേഷേന്ന്. ഇത് കേട്ടതും മഹേഷ്, എന്ത് സിനിമ വേറൊന്നുമല്ല, അതെ അവൻ എങ്ങനെ ക്യാഷ് സംഘടിപ്പിച്ചെന്നുള്ള കാര്യം നമുക്ക് പിടികിട്ടില്ലോ. ആ സിനിമ ഇന്ന് വീട്ടിലോടും. അവൻ എങ്ങനെയാണ് ക്യാഷ് സംഘടിപ്പിച്ചതെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ തരാടാ, നിനക്ക് നല്ലത് ഞാൻ തരാടാ എന്ന് പറഞ്ഞ് നമ്മുടെ സച്ചി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ സച്ചി പറയുകയാണ് കേട്ടോ അവിടെ പോലീസുകാരന്മാരോട്, സാറേ ഞങ്ങളുടെ വീട് സാറേ, പ്ലീസ് സാറേ, ഞങ്ങൾക്കൊന്നും അറിയത്തില്ല സാറേ. അപ്പോഴത്തേക്കും അതിനകത്ത് നിന്ന് ആ കള്ളനും പറയുകയാണ്, എനിക്കൊന്നും അറിയില്ല സാറേ. അപ്പം സച്ചി പറയുന്നുണ്ട്, ഇയാളെ വിടണ്ട, പക്ഷേ എന്നെ വിട്ടേ പറ്റൂ സാറേ, ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാറേ, ഞാനും ഈ മഹേഷും ഒരു തെറ്റും ചെയ്തിട്ടില്ല സാറേ, വിട് സാറേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അയാൾ, അതായത് അവിടെ നിന്ന് കോൺസ്റ്റബിൾ പറയാണ്, അതൊക്കെ സാറ് പറഞ്ഞോളൂ, ഞാനല്ല പറയണത് എന്ന് പറയാണ്. അപ്പോഴത്തേക്കാണ് അവിടെ നിന്ന് SI ചോദിച്ചതല്ല, നിങ്ങൾ ഇവരുടെ കൂട്ടത്തിൽ എങ്ങനെയാ ഉള്ളത്, സാധനങ്ങൾ കൊണ്ടുപോകുന്ന ആൾക്കാരാണോ നിങ്ങൾ, അല്ല കടയിൽ നിന്ന് എടുത്തുകൊണ്ട് പോയ സാധനങ്ങളൊക്കെയാണോ നിങ്ങൾ കൊണ്ടുപോകുന്നത് എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും അവിടെ വേറെ ഒരാൾ വരുന്നുണ്ട് കേട്ടോ. അതായത് സാക്ഷിയായിട്ടോ മൊഴി പറയാനോ ഒക്കെ ഒരാൾ വരുന്നുണ്ട്. അപ്പം അയാൾ പറയുന്നത്, ഇവരെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, പക്ഷേ ഇവനെ എനിക്കറിയാമെന്ന് പറഞ്ഞാൽ കള്ളനെ ചൂണ്ടിക്കാണിച്ചിട്ട്, ഇവർ രണ്ടുപേരെയും എനിക്കറിയില്ല, കാരണം ഇവരെ ഞാൻ കണ്ടിട്ടില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ തന്നെ പോലീസുകാർക്ക് ഒരു വിശ്വാസം വരുവാണ് സച്ചിയോടും മഹേഷിനോടും. അപ്പം അതായത് ഈ പറയുന്ന ആളെന്ന് പറഞ്ഞാൽ അവരുടെ കടയിൽ നിന്നും സാധനം അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. അപ്പം അതാണ് അയാളോട് ചോദിക്കുന്നത്. അയാൾ വന്നല്ലോ, പോലീസ് സ്റ്റേഷനിൽ വന്നല്ലോ, അപ്പോഴാണ് അയാളോട് ചോദിച്ചത്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ സച്ചി മഹേഷും എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് വീട്ടിലെത്തി. പോലീസുകാർ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ സച്ചി വന്നിട്ട്, അയ്യോ രേവതി ഇങ്ങ് വന്നേ, രേവതി ഇങ്ങ് വന്നു പറഞ്ഞു. രേവതിനെ വിളിച്ചുകൊണ്ട് വരുന്നു, അച്ഛനെ വിളിക്കുന്നു, സച്ചി എല്ലാവരെയും വിളിക്കുകയാണ് കേട്ടോ. വീഡിയോ പ്രദർശിപ്പിക്കണമല്ലോ, അപ്പോൾ അതിനാണ് എല്ലാവരെയും വിളിക്കുന്നത്. അങ്ങനെ രവീന്ദ്രൻ വന്നിട്ട്, എന്താ പറ്റിയത്, അതെ ചെറിയൊരു വിചാരണയുണ്ട്, അതാ എല്ലാവരെയും വിളിച്ചു വരുത്തിയത്. നീ ആരാ, ഇവിടുത്തെ ജഡ്ജിയോ, എല്ലാവരെയും വിചാരണ ചെയ്യാൻ നമ്മുടെ സുധിയെ.
അപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു, എടാ നീ മിണ്ടാതിരിക്കടാ, നിന്നെ ഞാൻ വിചാരണ ചെയ്യുന്നുണ്ട്. അതെ അച്ഛാ, ഒരു 5 ലക്ഷം രൂപയുടെ കണക്ക് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? ഇവൻ്റെ കയ്യിൽ 5 ലക്ഷം കിട്ടി. അതിൽ 1 ലക്ഷം പാർലറേട്ടത്തേക്ക് കൊടുത്തു, ബാക്കി 4 ലക്ഷം ഇവന് എന്താ പറയുക, ലാഭം കിട്ടിയത് 1 ലക്ഷം, ബാക്കി 4 ലക്ഷം രൂപ ഇവന് കയ്യിലുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ ഇവൻ. ആ 1 ലക്ഷം രൂപ ഇവൻ എങ്ങനെയാണ് കിട്ടിയതെന്ന് അറിയണ്ടേ? അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, അത് പ്രോഡക്റ്റൊക്കെ സെയിൽ ചെയ്ത് കിട്ടിയതാ, അതിനിപ്പോൾ എന്താ 1 ലക്ഷം രൂപ, അതിനിപ്പോൾ എന്താ പ്രശ്നം? ഓ, AC ഫ്രിഡ്ജൊക്കെ വിറ്റ് എൻ്റെ ലാഭം അല്ലേ? ദേ ഇവന് മറവി രോഗമുണ്ട്, ദേ നീ ഇവനെ വല്ല ഹോസ്പിറ്റലും കൊണ്ട് കാണിക്കാൻ വേണ്ടി രേവതിയോട് ശ്രുതി പറഞ്ഞപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു, ഇവളെന്നെ ഹോസ്പിറ്റൽ കൂട്ടിക്കൊണ്ട് പോകും, അതിനു മുന്നേ നമുക്കൊരു സിനിമ കാണാം, നമുക്കൊരു നല്ല സിനിമ കാണാം, ഇന്നിറങ്ങിയ സിനിമ. അപ്പോഴത്തേക്ക് നമ്മുടെ വർഷ പറഞ്ഞു, എല്ലാവരെയും കൂട്ടി സച്ചിയേട്ടൻ സിനിമയ്ക്ക് പോവാണ്. ഏതാ ഫിലിം? എവിടെയും പോകണ്ട മോളെ, സിനിമ നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് തന്നെ കാണാം, എൻ്റെ ഫോണിലുണ്ട്, ഞാൻ ഇപ്പം തന്നെ പ്ലേ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട്. സിനിമയോ? എന്ത് സിനിമ എന്നൊക്കെ നമ്മുടെ രവീന്ദ്രനും കേൾക്കുവാണ്, ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പം കാണിക്കാം അച്ഛാ, ഇപ്പം കാണിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു സിനിമ ഇങ്ങനെ ഓടിക്കാൻ വേണ്ടി ഇങ്ങനെ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ വർഷ പറഞ്ഞു, പുതിയ സിനിമയൊന്നും ഉണ്ടല്ലോ, ഇങ്ങനെ കോപ്പി എടുത്ത് കാണിക്കരുത്, കേസാവും കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ, അയ്യോ ഇത് ഞാനെടുത്ത സിനിമയാണ്, ഇതിലെ നായകൻ നമ്മുടെ ഇവിടെ ഉള്ളവൻ, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല, 5 ലക്ഷം രൂപ എവിടെ പോയെന്ന് അറിയണ്ടേ, അത് ഞാൻ കാണിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ വീഡിയോ അങ്ങ് പ്ലേ ചെയ്യാണ് കേട്ടോ. കണ്ടത് നമ്മുടെ ശ്രുതിയുടെ കിളിപ്പാറയിലെ ശ്രുതി അന്തം വിട്ടിങ്ങനെ നോക്കുകയാണ്. അങ്ങനെ വീഡിയോ ഇങ്ങനെ ഓടുന്നു, നമ്മുടെ രേവതി കാണുന്നു, ശ്രുതി കാണുന്നു, വർഷ കാണുന്നു, രവീന്ദ്രൻ കാണുന്നു, ശ്രീകാന്ത് കാണുന്നു, ചന്ദ്ര കാണുന്നു. എല്ലാവരും കണ്ടന്തം വിട്ട് നിൽക്കുകയാണ്. ശ്രുതിക്കൊന്നും അറിയത്തില്ലാത്ത കാര്യമാണല്ലോ. അപ്പോൾ ഏതായാലും ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ കൊള്ളാൻ പോകുന്നത് നമ്മുടെ ശ്രുതിക്ക് തന്നെയാണ്. അങ്ങനെ ആ പോലീസുകാരോട് സംസാരിക്കുന്ന വീഡിയോ ഫുള്ള് നമ്മുടെ സച്ചി അവിടെ ആ ഒരു TV-യിലിട്ട് കാണിക്കുകയാണ് കേട്ടോ. ഏതായാലും വീഡിയോ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി കണ്ടല്ലോ, എല്ലാവരും പുതിയ സിനിമ കണ്ടല്ലോ, ഇനി ഇതിൽ കൂടുതൽ കാണാനൊന്നുമില്ല. ദേ ഒരു പ്രോഡക്റ്റ് ഇവന് കൊടുത്തിട്ട് 5 ലക്ഷം രൂപയുടെ സാധനം ഇവന് കൊടുത്തു, ബില്ല് നൽകാതെ. എന്നിട്ട് എന്താ നടന്നത്? വിജിലൻസ് ആന്ന് പറഞ്ഞുകൊണ്ട് കുറേ കള്ളന്മാർ വന്ന് ആ 5 ലക്ഷവും കൊണ്ടുപോയി. അങ്ങനെ ആ 5 ലക്ഷം രൂപയുടെ വില വരുന്ന സാധനങ്ങളും ആ 5 ലക്ഷം രൂപയും പോയി കിട്ടി. ഇവനെപ്പോലെ ഒരു മന്ദബുദ്ധി വേറെ എവിടെയെങ്കിലും ഉണ്ടോ അച്ഛാ? ഇവനെപ്പോലെ ഒരു പൊട്ടനുണ്ടോ? അച്ഛൻ ഇവിടെ പഠിപ്പിച്ച ക്യാഷ് ഉണ്ടായിരുന്നെങ്കിൽ ഏക്കർ കണക്കിന് വാഴത്തോട്ടം മേടിക്കായിരുന്നു. ആ വാഴത്തോട്ടം ഉണ്ടാക്കി കൊല വിറ്റെങ്കിലും പൈസ ഉണ്ടാക്കാമായിരുന്നു, വല്ല ഉപകാരമുണ്ടോ? അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ ചോദിച്ചു, എടാ കേട്ടതൊക്കെ ശരിയാണോടാ? അത് പിന്നെ അച്ഛാ മനസ്സിലായി, എന്തിനാടാ കള്ള പറഞ്ഞത്? മണ്ടത്തരം കാണിച്ച് 5 ലക്ഷം രൂപയുടെ സാധനം നഷ്ടപ്പെടുത്തി, എന്നിട്ട് ആ 5 ലക്ഷം രൂപയുടെ സാധനങ്ങൾ വിറ്റു എന്ന് കള്ളവും പറഞ്ഞു. എന്തിനാടാ നീ ഈ നാടകം കളിച്ചത്? ഈ ജന്മത്തിൽ നീ നന്നാവൂല എന്ന് തീരുമാനിച്ച് ഇറങ്ങിയിരിക്കുകയാണോടാ? കഷ്ടമുണ്ടടാ, കഷ്ടമുണ്ട്. എത്ര കഷ്ടപ്പെടാടാ ശ്രുതി ആ കട നിനക്ക് ഇട്ടു തന്നത്, അവളുടെ അച്ഛൻ കൊടുത്ത പൈസയും കൊണ്ട് ഇട്ടു തന്ന കടയല്ലേ? അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു, ശ്രുതി നീ എന്ന അഹങ്കാരത്തോടു കൂടി പറഞ്ഞൊന്നും ഞങ്ങൾ മറന്നിട്ടില്ല കേട്ടോ, അത് ഞാനെടുത്ത് ഇവിടെ പറയണം. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിക്ക് ദേഷ്യം വന്നിട്ട് ശ്രുതി പറഞ്ഞു, എന്തിനാ ശ്രുതി കള്ളം പറഞ്ഞത്? നിനക്ക് കള്ളം പറയണ ആവശ്യം ഉണ്ടായിരുന്നോ? അത് പിന്നെ ശ്രുതി നീ ദേഷ്യപ്പെടുമെന്ന് ഓർത്തിട്ടാ. അപ്പോഴത്തേക്ക് നമ്മുടെ വർഷ പറഞ്ഞു, അല്ല ശ്രുതി ഏട്ടാ, അന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെയൊന്നും അല്ലല്ലോ, ഏതായാലും പ്രോഡക്റ്റ് എല്ലാം വിറ്റ് കിട്ടിയ ആ ഒരു ലാഭത്തിൽ ഒരു 1 ലക്ഷം രൂപ സുധി ചേച്ചിക്ക് നൽകി എന്നൊക്കെയല്ലേ പറഞ്ഞത്? ആ 1 ലക്ഷം രൂപ അപ്പോൾ എവിടെ നിന്നാണ് കിട്ടിയത്? അപ്പോൾ ആ 1 ലക്ഷം രൂപ എവിടെ നിന്ന് കിട്ടി? അല്ല, 4 ലക്ഷം രൂപ വിറ്റു, 4 ലക്ഷം രൂപ സാധനം വിറ്റിട്ട് ആ 4 ലക്ഷം രൂപ അവർ കൊണ്ടുപോയി. പിന്നെ എങ്ങനെയായി 1 ലക്ഷം രൂപ വന്നത്? അപ്പോൾ ഈ 1 ലക്ഷം രൂപ എവിടെ നിന്ന് ഏട്ടന് കിട്ടി എന്ന ചോദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ച് നമ്മുടെ ശ്രീകാന്തും സച്ചിയും ചോദിക്കാം. അങ്ങനെ സച്ചി ചോദിച്ചു, 5 ലക്ഷം രൂപ നിനക്ക് എവിടെ നിന്ന് കിട്ടി? പറയടാ, 5 ലക്ഷം രൂപ നിനക്ക് എവിടെ നിന്ന് കിട്ടി? ആ കാശ് എങ്ങനെ വന്നു? പറയണം, അത് ഞങ്ങൾക്ക് അറിയണം. സത്യം പറഞ്ഞോ, എവിടെ നാടാ ഈ 5 ലക്ഷം രൂപ കിട്ടിയത്? നീ എന്താണ് മിണ്ടാതിരിക്കുന്നത്? പറഞ്ഞോ, എവിടെ നിന്ന് കിട്ടി? അല്ലെങ്കിൽ നിന്നെ ഇന്ന് ഞാൻ തല്ലിച്ചതച്ച് കൊല്ലും. നിന്റെ വായിന്ന് തന്നെ എനിക്കത് കേൾക്കണം, അതെങ്ങനെ കിട്ടിയെന്ന്. പക്ഷേ എനിക്കറിയാതെ എങ്ങനെ കിട്ടിയെന്ന് ഞാൻ പറയില്ല, നിന്റെ വായിന്ന് കേൾക്കണം. അതുകൊണ്ട് നീ പറയണം അതെങ്ങനെ കിട്ടിയെന്ന്. പറയടോ, 5 ലക്ഷം രൂപ എങ്ങനെ കിട്ടിയെന്ന്. ഇല്ലെങ്കിലുണ്ടല്ലോ ഇപ്പോൾ ഇടിച്ച് നിന്നെ മൂത്രം ഒഴിപ്പിക്കും ഞാൻ, നാവിക്കിടിച്ച്. അതുകൊണ്ട് നിനക്ക് പറയുന്നതായിരിക്കും നല്ലത് എന്നിങ്ങനെ പറയുകയാണ് ശ്രുതിയോട്. ശ്രുതി പറയാൻ തുടങ്ങിയതും പെട്ടെന്ന് ചന്ദ്ര അങ്ങ് വിളിക്കുക, ശ്രുതി
ഇങ്ങ് വാടാ എന്ന് പറഞ്ഞുകൊണ്ട് ഏതായാലും പറയാൻ വന്നതായിരുന്നു കേട്ടോ. സുധി ഒന്നുകൂടെ പേടിപ്പിച്ചെങ്കിൽ സുധി പറഞ്ഞേനെ. അപ്പം ചന്ദ്ര വിളിച്ചത് പ്രകാരം നമ്മുടെ സുധി ചന്ദ്രയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോഴത്തേക്ക് പറഞ്ഞില്ല കേട്ടോ, കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അങ്ങനെ സുധി ചന്ദ്രയുടെ അടുത്തേക്ക് ചെന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ സുധി ചോദിച്ചു, അമ്മ അവൻ പറയുന്നത് കേട്ടില്ലേ അമ്മ എന്ന് പറയുമ്പോഴത്തേക്കും സുധിയുടെ കർണക്കുറ്റി നോക്കി ഒരൊറ്റ പൊട്ടിയിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ ചന്ദ്ര. അവിടെ എന്തെങ്കിലും വിഷയം ചന്ദ്ര ഉണ്ടാക്കിയില്ലെങ്കിൽ സുധി കാര്യങ്ങൾ പറയും, വഷളാകും, പ്രശ്നം അതിരൂക്ഷമാകും. അങ്ങനെ അത് മറയ്ക്കാൻ വേണ്ടിയാണ് നമ്മുടെ ചന്ദ്ര അടിച്ചത്. എന്നിട്ട് പറഞ്ഞു, എടാ കള്ളക്കഥ ഉണ്ടാക്കി ഞങ്ങളെ പറ്റിച്ചു അല്ലേടാ, എടാ ഇതിനു വേണ്ടിയാണോടാ നിന്നെ ഞാൻ പഠിപ്പിച്ചതും സ്നേഹിച്ചതും, എടാ ദുഷ്ട, എടാ നിന്നെ ഉണ്ടല്ലോ എന്തിനാടാ നീ കള്ളം പറഞ്ഞത്, പറയടാ എന്തിനാടാ കള്ളം പറഞ്ഞത്, അത് പറഞ്ഞിട്ട് നീ അങ്ങ് പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രതാലങ്ങനും വിലങ്ങനും ഒക്കെ ഇട്ട് നമ്മുടെ സുധീനെ അടിക്കുകയാണ് കേട്ടോ. മറയ്ക്കാൻ വേണ്ടിയുള്ള കള്ളക്കളിയാണ് കേട്ടോ ഇതൊക്കെ. അടിച്ചോണ്ടിരുന്ന സമയത്ത് നമ്മുടെ സച്ചിക്ക് ദേഷ്യം വന്നിട്ട് സച്ചി പറഞ്ഞ്, നിർത്തുന്നുണ്ടോ, എന്തിനാ കൂടെ നീ കള്ളനാടകം അഭിനയിക്കുന്നത്, മതി നിർത്ത്, അവനെ എന്തിനാ ഇങ്ങനെ അടിക്കുന്നത് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര, അത് നിന്നോട് പറയേണ്ട കാര്യമില്ലല്ലോ, ഇവൻ പിന്നെ കാണിച്ചതിന് ഞാൻ തല്ലണ്ടേന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും തല്ലുകയാണ് കേട്ടോ. ആ തലങ്ങനും വിലങ്ങനും തല്ലുക. അപ്പം രവീന്ദ്രൻ പറഞ്ഞു, ചന്ദ്ര നിർത്താനാ പറഞ്ഞത് നിന്നോട്, നീ എന്താടാ ഈ കാണിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് ചന്ദ്രൻ നിർത്തുന്നൊന്നുമില്ല. വീണ്ടും സുധീനെ ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. ആരോടാടാ നീ 5 ലക്ഷം മേടിച്ചത്, നീ പറയടാ, എവിടെ നിന്നാടാ നിനക്ക് 5 ലക്ഷം കിട്ടിയതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ സുധി ഒന്നും മിണ്ടുന്നില്ല. ഇതിൻ്റെ ഇടയിൽ ആംഗ്യ ഭാഷയിലൊക്കെ എന്തൊക്കെയോ പറഞ്ഞ് പിടിപ്പിക്കുന്നുമുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ സുധി പറഞ്ഞു, അതെ ഞാൻ 5 ലക്ഷം എൻ്റെ ഫ്രണ്ടിനോട് കടം മേടിച്ചതാ. ഇത് കേട്ടതും നമ്മുടെ സച്ചി ഒരു ചിരിയാട്ടോ ചിരിക്കുന്നത്. സച്ചിക്ക് അറിയാം അത് വലിയ നുണയാണെന്ന്. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര, നാണക്കേട്, എന്താടാ വെറും നാണക്കേട്. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്ര ചേച്ചി 5 ലക്ഷം രൂപ തന്ന കൂട്ടുകാരൻ്റെ പേരെന്താ, അതുകൂടെ ഞങ്ങളൊന്ന് കേൾക്കട്ടെ, ഏത് ഫ്രണ്ടാണെന്ന് എനിക്ക് ഈ 5 ലക്ഷം രൂപ തന്നത്, അത് അറിഞ്ഞേ പറ്റൂ എനിക്ക്. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര, ആരാടാ നിനക്ക് ക്യാഷ് തന്നത്, ഏത് ഫ്രണ്ടാണ് നിനക്ക് ക്യാഷ് തന്നത്, പറയാനാ പറഞ്ഞത്, പറയടാ എന്ന് ചോദിച്ച് വീണ്ടും നമ്മുടെ ചന്ദ്ര സുധീനിട്ട് ഇളക്കുകയാണ് കേട്ടോ. അപ്പോൾ സുധി, അത് പിന്നെ പാർക്കിലെ ആനന്ദില്ലേ, അവനോടാണ് ഞാൻ കടം മേടിച്ചത്. പാർക്കിലെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ പാർക്കുമേറ്റ്, അന്ന് ജോലിയൊന്നും ഇല്ലായിരുന്ന സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആള്. ഓ ഇപ്പം മനസ്സിലായി അച്ഛാ, ആ ജോലിയും വേലയും കൂലിയും ഇല്ലാതെ ഇവൻ്റെ കൂടെ പാർക്കിലുണ്ടായിരുന്ന അയാളാ എന്ന്, ചേട്ടൻ്റെ കൂടെ പാർക്കിലുണ്ടായിരുന്ന അയാളാ എന്നിങ്ങനെ നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞപ്പോഴത്തേക്കും സുധി പറയാ, അതെ അയാളാ എനിക്ക് പൈസ തന്നത്. അപ്പം നമ്മുടെ ചന്ദ്ര പറഞ്ഞു, നീ എല്ലാ കാര്യവും എന്നോട് പറയുന്നതല്ലേ, പിന്നെ എന്തുകൊണ്ടാണ് ഇത് നീ എന്നോട് പറയാതിരുന്നത്, കഷ്ടമായി പോയില്ലേടാ, എടാ എന്തുവാടാ ഇത്. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, പേടിച്ചിട്ട് പറയാതിരുന്നതായിരിക്കും. ശ്രുതി ആരെയും പറ്റിച്ചിട്ടില്ല. ശ്രുതിനെ എല്ലാവരും പറ്റിക്കുന്നത് വീട്ടിൽ പറയാനുള്ള ആ ഒരു ഭയം കാരണം കള്ളം പറഞ്ഞതായിരിക്കും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, അത് പിന്നെ തെറ്റല്ലേ, അത് വലിയ തെറ്റല്ലേ, വേറെ എന്ത് ചെയ്യാനാ, 5 ലക്ഷം രൂപയോളം നഷ്ടപ്പെട്ടു. ശ്രുതി എന്തോ കള്ളത്തരം കാണിച്ച പോലെയാണല്ലോ സച്ചി പറയുന്നത്, എന്ത് കള്ളത്തരമാണ് കാണിച്ചത്, ഒരു കള്ളത്തരവും കാണിച്ചിട്ടില്ലല്ലോ, ശ്രുതി നിലനിൽപ്പിന് വേണ്ടിയല്ലേ അതൊക്കെ ചെയ്തത്. അപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, ഈ 5 ലക്ഷം രൂപ എവിടെ നിന്ന് കയ്യിൽ നിന്ന് കിട്ടിയെന്നല്ലേ സച്ചേട്ടൻ ചോദിച്ചത്, അതിപ്പം ഫ്രണ്ടിനോട് കടം മേടിച്ചതാണെന്ന് ശ്രുതി പറഞ്ഞല്ലോ, പിന്നെന്താ പ്രശ്നം ഇരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു, എന്തൊരു മണ്ടനായി ഇവന്, നീ ഇപ്പം കൊടുത്ത അടിയുണ്ടല്ലോ, മുമ്പേ കൊടുത്തിരുന്നെങ്കിൽ ഇവനിങ്ങനെ മണ്ടനാവില്ലായിരുന്നു, കുറെ പഠിച്ചു എന്നല്ലാതെ ഇവന് വല്ല ബുദ്ധിയും ബോധവും വെളിവുണ്ടോ. അപ്പം ചന്ദ്ര പറയുക, പറഞ്ഞത് കേട്ടല്ലോടെ, എല്ലാവരുടെയും മുമ്പിൽ ഞാൻ നാണം കെടുക, നിന്നെ ഓമനിച്ച് വളർത്തിയതാ ഞാൻ ചെയ്ത തെറ്റ്, ഇനി എനിക്ക് നിന്നെ കാണണ്ട, അമ്മയെന്ന് വിളിച്ച് നീ എൻ്റെ മുന്നിൽ പോലും വരരുത് എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര വലിയ വെള്ളപ്പൊക്കെ ഇട്ടിട്ട് അങ്ങ് എണീറ്റ് പോവുകയാണ് കേട്ടോ. ഏതായാലും സച്ചിക്ക് വീണ്ടും ചിരി മാത്രമേ മുഖത്തുള്ളൂ. കാരണം സച്ചിക്ക് അറിയാം ഇതെല്ലാം പച്ചക്കള്ളമാണ്. പച്ചക്കള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നട്ടാൻ കുരുക്കാത്ത കള്ളം എന്നൊക്കെ കേട്ടിട്ടില്ല, ആ കള്ളമാണെന്ന് നന്നായിട്ട് നമ്മുടെ സച്ചിക്ക് അറിയാം. ഈ സമയത്ത് നമ്മുടെ ശ്രുതി റൂമിനകത്തേക്ക് ചെന്നപ്പോഴത്തേക്ക് ശ്രുതി പുറകെ ചെന്നിട്ട്, നീ എന്നെ പറ്റിക്കുകയായിരുന്നല്ലേ, എല്ലാം എന്നോട് മറച്ചു വെച്ചുല്ലേ, എന്തിനാ ശ്രുതി ഇങ്ങനെയൊക്കെ ചെയ്തത്, ശ്രുതിക്ക് ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ, അത് പിന്നെ സോറി ശ്രുതി, നീ എന്നോട് ക്ഷമിക്കും, ഷോറൂം ഓപ്പൺ ചെയ്തതല്ലേ ഉള്ളൂ, അതിനിടയിൽ എനിക്കിങ്ങനെയൊക്കെ സംഭവിച്ചു എന്നറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് ഒത്തിരി വിഷമം ഉണ്ടാക്കുമെന്ന് എനിക്കറിയാം, എന്താ ഞാൻ നിന്നോട് വന്ന് പറയാ, ഞാൻ പറ്റിക്കപ്പെട്ടു എന്ന്, എല്ലാം ഞാൻ തുറന്നു പറയുന്നത് ശ്രുതിയോട് പറഞ്ഞിട്ടുള്ളതല്ലേ, അത് പിന്നെ പേടി നാണക്കേടും കൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്, ഇതറിഞ്ഞാൽ ഞാനൊരു മണ്ടനാണെന്ന് നീ കരുതില്ലേ, എൻ്റെ പൊന്നു ശ്രുതി, ഞാൻ ശ്രുതിയുടെ വൈഫാണ്, എന്നോട് പറയുന്നതിന് എന്തിനാ ഈ പേടിയും നാണക്കേടും ഒക്കെ, അതെന്തിനാ മനസ്സിൽ കൊണ്ട് നടക്കുന്നത്, അത് പിന്നെ
നിന്റെ മുമ്പിൽ എൻ്റെ വില പോകുന്ന കരുതി. അത് ബിസിനസ്സിലൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നതാ. ബില്ല് അടയ്ക്കാതെ പ്രോഫിറ്റ് വിറ്റതല്ലേ സുധി ചെയ്ത തെറ്റ്. എന്തിനാ അങ്ങനെ ചെയ്തത്? അത് പിന്നെ ഞാൻ അവരോട് ബില്ലില്ലാതെ സാധനങ്ങൾ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞതാ. അങ്ങനെയാണെങ്കിൽ വേറൊരു ഷോറൂമിൽ നിന്ന് പ്രൊഡക്റ്റ് മേടിച്ചോളാന്ന് അവർ പറഞ്ഞിട്ട് പോയപ്പോഴാണ് ഞാൻ ബില്ല് കൊടുക്കാമെന്ന് സമ്മതിച്ചത്. എൻ്റെ പൊന്നു ശ്രുതി പൊട്ടനായി പോയല്ലോ. അത് പിന്നെ എന്നെ ഇങ്ങനെ ചതിക്കുമെന്ന് ഞാൻ കരുതിയില്ല ശ്രുതി. ഇതെന്നോട് മുന്നേ പറഞ്ഞിരുന്നെങ്കിലും ഞാൻ വേറെ രീതിയിൽ ഡീല് ചെയ്യത്തില്ലായിരുന്നോ? അത് പിന്നെ ഇതിപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ നാണം കെട്ടില്ലേ സുധി നിന്ന് പതറരുതേ. ഒന്നിനും കൊള്ളാത്തവനായില്ലേ സുധി. ആ സച്ചി എന്തൊക്കെയാ സുധി വിളിച്ചു പറഞ്ഞത്? ഒരു ഭാര്യയും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. പിന്നെ ആൻറ്റിക്ക് നല്ല വിഷമമുണ്ട്. എന്നും സുധിയെ സപ്പോർട്ട് ചെയ്യുന്ന ആൻറ്റി ഇന്ന് തല്ലിയില്ലേ സുധീനെ? അത് പിന്നെ ശ്രുതി ഒരു കാര്യമുണ്ട്. അമ്മയ്ക്ക് ഈ വിഷയം മുന്നേ അറിയാം. ആൻറ്റിക്ക് ഈ വിഷയം അറിയാമെന്നോ? നീ എന്താ സുധി പറയുന്നത്? അതെ, ആൻറ്റിക്ക് ഈ വിഷയം അറിയാം. ഞാൻ അന്നേ അങ്കിളിനോട് എല്ലാം പറഞ്ഞതാ. മറ്റുള്ളവർക്ക് മുമ്പിൽ എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാ അമ്മ എന്നെ തല്ലിയത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സുധി. ഇതെന്താ ഇങ്ങനെ? സുധി ചതിക്കപ്പെട്ടു. ഡീലർക്ക് കൊടുക്കാനും പെർഫെക്റ്റ് കാണിക്കാനൊക്കെ ആയിട്ട് ആനന്ദനോട് 5 ലക്ഷം രൂപ കടവും മേടിച്ചു. ഇത് സീക്രട്ടായിട്ട് വെക്കേണ്ട ആവശ്യം എന്താ? അമ്മയോട് പറഞ്ഞു, എന്നോട് പറഞ്ഞില്ല. അത് പിന്നെ ശ്രുതി, ഞാൻ പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞാൽ ഇനി നീ എന്നോട് ദേഷ്യപ്പെടരുത്. ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. എന്ത് കാര്യമാണ്? എന്താണെങ്കിലും പറ. അത് പിന്നെ ഞാൻ ആനന്ദിനോട് 5 ലക്ഷം രൂപ കടം മേടിച്ചിട്ടില്ല. 5 ലക്ഷം രൂപ ആനന്ദിനോട് മേടിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെ ക്യാഷ് കിട്ടി? അത് പിന്നെ എൻ്റെ പൊന്ന് സുധി ഒന്ന് പറഞ്ഞ് തൊലയ്ക്ക്. അത് ക്യാഷ് കിട്ടിയത് അമ്മയുടെ കയ്യിലുണ്ടായിരുന്ന രേവതിയുടെ സ്വർണ്ണമില്ലേ, ആ സ്വർണം ഞാൻ വിറ്റു. ഇത് കേട്ടത് നമ്മുടെ ശ്രുതിയുടെയും കിളി പാറിയിട്ടോ. എന്താ ശ്രുതി പറയുന്നത്? അതെ, ഞാൻ വിറ്റു. പിന്നെ അതേ മോഡലിലുള്ള ഗോൾഡ് കവറിങ് ആഭരണങ്ങൾ മേടിച്ചിട്ട് അത് കൊടുത്തു. അതല്ലാതെ വേറെ വഴി എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു ശ്രുതി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. എന്ത് കൊലച്ചതിയാ ശ്രുതി ചെയ്തത്. എന്തിനാ ഇങ്ങനെ കാണിച്ചത്? എന്നോട് പറയാതെ ഇത്രയൊക്കെ എന്തിനാ ഒപ്പിച്ചു വെച്ചത്? ഇറങ്ങിപ്പോ അവിടുന്ന്, എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോ. ഇനിയിപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ നാണം കെടുവല്ലേ ഉള്ളൂ. എല്ലാവരുടെയും മുമ്പിൽ വെളുത്ത് നിൽക്കേണ്ടി വരില്ലേ? എന്തിനാ ശ്രുതി ഇത് ചെയ്തത്? ഒരു വാക്ക് എന്നോട് ചോദിക്കത്തില്ലായിരുന്നോ? സുധിയുടെ അമ്മയും ചേർന്ന് എന്തൊരു വലിയ മണ്ടത്തരം കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് അറിയാമോ? അത് പിന്നെ അതല്ലാതെ വേറൊരു വഴി ഇല്ലായിരുന്നു ശ്രുതി. അതുകൊണ്ടാണ് ഡീലർക്ക് ക്യാഷ് കൊടുക്കണ്ടേ. രേവതിയിൽ സ്വർണ്ണം എടുത്ത് വിറ്റിട്ടാണോ ക്യാഷ് കൊടുക്കേണ്ടത്? അത് പിന്നെ കുത്തിപ്പൊക്കി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് അറിയത്തില്ലായിരുന്നോ? അതൊക്കെ മുൻകൂട്ടി ആലോചിക്കണ്ടേ? വേറെ എന്തെങ്കിലും വഴി ഉണ്ടാക്കത്തില്ലായിരുന്നോ? എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ നോക്കിയിരിക്കുകയാണ്. ഇതെങ്ങാനും സച്ചി അറിഞ്ഞാലേ കൈയും കാലും തല്ലി ഒടിച്ച് പറമ്പിലെറിയും. ഇത് അറിയാൻ പോകുന്നില്ല. അമ്മ ഇത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ലേ? അതുപോലെ പോരെ ശ്രുതിക്ക്. ഒരു കൂസലുമില്ലാതെ പറയുന്നത് കേട്ടില്ലേ? എൻ്റെ വായിലിരിക്കുന്ന കേൾപ്പിക്കല്ലേ ശ്രുതി. ഞാൻ പറയാ, ഇത് വലിയ പ്രശ്നമാകും. നിങ്ങളാണ് അത് ചെയ്തത് എന്ന് ഉള്ള തെളിവ് സഹിതം കണ്ടെത്തും. അത് ഉറപ്പായ കാര്യമാണ്. രേവതിക്കും സച്ചിക്ക് മുന്നിൽ തോറ്റുപോയോലെ ആയില്ലേ ഞാൻ? അല്ല, നമ്മൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അവർ സത്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തല നിവർത്തി ഇവിടെ നിൽക്കാൻ പറ്റുമോ? ആരുടെയും മുഖത്ത് നോക്കാൻ പറ്റുമോ? ആരുടെങ്കിലും മുമ്പിൽ നമുക്ക് എങ്ങനെ നിവർന്ന് നിൽക്കാൻ പറ്റുമോ? എന്തൊരു നാണക്കേടായത്. എന്തിനാ ശ്രുതി ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചത്? എനിക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് വയ്യാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി അവിടെ പോയിരുന്ന് കരയാണ്. ശ്രുതി ഇങ്ങനെ എന്തോ പോയി അണ്ണാനെ പോലെ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഈ ഒരു സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷമായി എത്രയും പെട്ടെന്ന് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുതേ.